പ്രിയമുള്ളവരെ കടന്നു വരുന്നതാ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന് 3 വിഭാഗം ആളുകളുണ്ടല്ലോ വല്ലാതെ ഇഷ്ടമാണെന്ന് നബി തങ്ങൾ പറയുകയാ. അതിലാദ്യത്തേതാ, അതിലൊന്നാമത്തേതാ, അല്ലാഹുവിന് എന്റെ പ്രിയമുള്ളവരെ 3 വിഭാഗം ആളുകളുണ്ടല്ലോ വല്ലാതെ ഇഷ്ടമാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, ആദ്യത്തേതാണെന്ന് നബി തങ്ങൾ പറയുകയാ. പാതിരാത്രിയിലുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ, പാതിരാത്രിയിലുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ, പാതിരാത്രിയിലുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ അതാ അല്ലാഹു വല്ലാതെ ഇഷ്ടമാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഉസ്താദേ തണുപ്പാണല്ലോ, ഉസ്താദേ ക്ഷീണമാണല്ലോ എന്ന് പറഞ്ഞാലും എന്റെ പ്രിയമുള്ളവരെ, ഏത് വയല് കഴിഞ്ഞാൽ, ഏത് കച്ചവടങ്ങൾ കഴിഞ്ഞാൽ, ഏത് രാത്രികൾ കഴിഞ്ഞാൽ, വെളുപ്പാങ്കാലത്തിന്റെ പ്രിയമുള്ളവരെ എണ്ണീക്കാണ് കഴിയണമല്ലോ. എന്നാ അവരുടെ ഖബറില് പ്രകാശം എന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അകത്ത് പ്രകാശം വരുന്ന ആദ്യത്തെ വിഭാഗം, അതിന്റെ പ്രിയപ്പെട്ടവരെ പാതിരാത്രിയിൽ നിസ്കരിക്കുന്നവന്റെ ഖബറിൽ പ്രകാശം വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു റഹ്മത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ, പാതിരാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ പലരും പറയാറുണ്ട്, സാറേ കച്ചവടത്തിൽ ബർക്കത്തില്ല, കച്ചവടത്തിൽ റാഹത്തില്ല, കച്ചവടത്തിൽ സന്തോഷമില്ല എന്ന് പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. ജാതികളോട് പറയാ, എന്ത് സങ്കടങ്ങളാണെങ്കിലും എന്ത് വേദനകളാണെങ്കിലും നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു നോക്ക്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു ഇൻഷാ അല്ലാഹ് മാറ്റിത്തരും. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾ രാത്രി ദുആ ചെയ്യുന്ന സമയത്ത് ആകാശത്ത് അല്ലാഹു ഇറങ്ങി വന്നിട്ട് നിങ്ങളുടെ ദുആ സ്വീകരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റഹ്മത്തിലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ടാ പറയണേ, പാതിരാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ സുബൈക്ക് ഒരു 20 മിനിറ്റ് എണ്ണീക്ക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറും എണ്ണീക്ക. എണ്ണീറ്റിട്ട് ആ സമയത്ത് നല്ല തണുത്ത വെള്ളത്തിൽ ഉളുവെടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിസ്കരിച്ചിട്ട് 2 കരങ്ങൾ ഉയർത്തി ദുആ ചെയ്താൽ അവരുടെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് പോലും പണ്ഡിതന്മാര് പറയുമ്പോ, ആരാ അൽഹംദുലില്ലാ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാരാ അവരെ ഖബറിൽ ചെല്ലുമ്പോ അവരുടെ ഖബർ വല്ലാതെ പ്രകാശിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു റഹ്മത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. കഴുകുമരം കണ്ടപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞൊരു സഹാബിയുണ്ട്. ഞാൻ നിങ്ങളോട് പറയാ, ഇനി തഹജ്ജുദ് നിസ്കാരം പോട്ടെ, ബാക്കിയുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കാത്ത എത്രയോ പേര് എന്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ പറയാ, സുബഹി നിസ്കരിക്കാത്തവന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകൂല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ർ നിസ്കരിക്കാത്തവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഈമാൻ കൊടുക്കില്ല, അവന്റെ ഹൃദയം കഠിനമായി പോകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. നമ്മളിൽ പലരും അസ്ർ നിസ്കാരം ഒഴിവാക്കാറുണ്ട്, നമ്മളിൽ പലരും ഇശാ നിസ്കാരം ഒഴിവാക്കാറുണ്ട്, നമ്മളിൽ പലരും സുബ്ഹി നിസ്കാരം എന്റെ പ്രിയപ്പെട്ടവർ ഒഴിവാക്കാറുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് ഒരു മനോഹരമാകുന്ന ചരിത്രം പറയാം. ഒരിക്കല് മഹാനാകുന്ന പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ്. നബി തങ്ങൾ മദീന പള്ളിയിൽ ഇരിക്കുമ്പോ നബി തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ മദീന പള്ളിയിലേക്ക് ഒരു പെണ്ണിങ്ങനെ കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് സഹാബത്തിനോട് ചോദിക്കുകയാ, സഹാബാ റസൂലുള്ളാഹി എവിടെ, നബി തങ്ങൾ എവിടെ, നബി തങ്ങൾ എവിടെ? സഹാബിമാരെന്നെ പ്രിയമുള്ളവരെ പറയുകയാ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളോ ക്ലാസ്സിലാ, ദർസിലാ, ഇൽമു പറഞ്ഞു കൊടുക്കുകയാ. മഹാനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ആ മനോഹരമാകുന്ന പടച്ചവന്റെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാ, മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങി വരികയാ. നബി തങ്ങളതാ ഇറങ്ങി വരുമ്പോ
ഈ പെണ്ണതാ നബി തങ്ങളുടെ ചാരത്തേക്ക് ഇങ്ങനെ കടന്നു വരികയോ. നബി തങ്ങളോട് പറയുകയോ, യാ റസൂലല്ലാഹ്, ഞാനുണ്ടല്ലോ ഒരു വല്ലാത്ത തെറ്റ് ചെയ്തവളാ, അല്ലാഹു പൊറുക്കുമോ? മഹാനാകുന്ന നബി തങ്ങളോട് പറയുകയാ, ഞാൻ എന്റെ ജീവിതത്തില് ഒരു തെറ്റ് ചെയ്തവളാ നബിയെ, അല്ലാഹു പൊറുക്കുമോ? മഹാനാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളോ ആ പെണ്ണിനോട് ചോദിക്കുകയാ, മോളെ എന്ത് തിന്മയാ ചെയ്തത് മോളെ, എന്ത് തിന്മയാ ചെയ്തത് മോളെ, എന്ത് ഹറാമാ ചെയ്തത് മോളെ, എന്തതാമാ ചെയ്തത് മോളെ? ആ പെണ്ണതാ നബി തങ്ങളോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഈ നാട്ടില് ഞാനുണ്ടല്ലോ ഒരാളെ പ്രേമിച്ചു നബിയേ, ഞാനതാ പ്രേമിച്ചു കഴിയുമ്പോ വ്യഭിചരിച്ചു നബിയേ. നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, തൗബ ചെയ്തോ മോളെ, തൗബ ചെയ്തോ. ആ പെണ്ണതാ കരഞ്ഞുകൊണ്ട് നബി തങ്ങളോട് വീണ്ടും പറയുകയാ, യാ റസൂലല്ലാഹ്, ഞാനതാ പ്രേമിച്ചല്ലോ, ഞാനതാ വ്യഭിചരിച്ചല്ലോ. ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാ, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട് പറയുകയാ, പ്രേമമെന്ന് പറയുമ്പോ മാരകമാകുന്ന വിപത്തിലൂടെയുണ്ടല്ലോ ന്യൂ ജനറേഷനിലെ മക്കളെന്നെ പ്രിയമുള്ളവരെ പോകുമ്പോ ഇൻസ്റ്റഗ്രാമിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ ഏതെല്ലാം ചാനലുകളുണ്ടോ, ഏതെല്ലാം സോഷ്യൽ മീഡിയകളുണ്ടോ, അതിലൂടെ എന്റെ പ്രിയമുള്ളവരെ ഒരാഴ്ച പരിചയപ്പെടുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ പ്രേമിക്കുമ്പോ മറക്കണ്ട മോളെ, 18 വർഷം നിന്നെ നോക്കിയ വാപ്പയുണ്ടല്ലോ, അവനെക്കാൾ വലുതാണ് പെങ്ങളെ. ഇന്ന് പലരും അതാ സ്നേഹത്തോടെ കടന്നു വരുന്നത്, അത് നിങ്ങളുടെ ശരീരമുണ്ടല്ലോ, നിങ്ങളുടെ ശരീരമുണ്ടല്ലോ, നിങ്ങളുടെ മാറുണ്ടല്ലോ, വയറുണ്ടല്ലോ, കാൽപാദങ്ങളുണ്ടല്ലോ, ശരീരത്തിന്റെ അവയവങ്ങളുണ്ടല്ലോ, ആഗ്രഹിച്ചുകൊണ്ടാ. അതുകൊണ്ട് പ്രിയമുള്ള പെങ്ങന്മാരോട് പറയുകയാ, ചതിക്കുഴിയിലെ വീഴല്ലേ പെങ്ങള്, വ്യഭിചാരത്തിലെ വീഴല്ലേ പെങ്ങള്. നബി തങ്ങളോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഞാനതാ പ്രേമിച്ചല്ലോ, ഞാനതാ വ്യഭിചരിച്ചല്ലോ, ഞാനതാ വ്യഭിചരിച്ചപ്പോ ഞാനതാ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു നബിയേ, അല്ലാഹു പൊറുക്കുമോ, അല്ലാഹു പൊറുക്കുമോ? നബി തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുകയാ, തൗബ ചെയ്തോ പെങ്ങളെ, നീ അറിയാതെ ചെയ്തതല്ലേ, ദുആ ചെയ്തോ, തൗബ ചെയ്തോ. ആ പെണ്ണതാ വീണ്ടും അതാ കരയുകയാ, നബി തങ്ങളോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, വീണ്ടും ഞാനൊരു തിന്മ ചെയ്ത നബിയെ. നബി തങ്ങളോടാ പെണ്ണ് പറയുകയാ, യാ റസൂലല്ലാഹ്, ഞാനതാ പ്രേമിച്ചല്ലോ, ഞാനതാ വ്യഭിചരിച്ചല്ലോ, ഞാനതാ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചല്ലോ. സുബ്ഹാനല്ലാഹ്, ആ കുഞ്ഞിനെ യഥാ ഞാനതാ കൊന്നു കളയുകയാ. എന്റെ മുമ്പിലുള്ള കുഞ്ഞിനെയുണ്ടല്ലോ, ഞാൻ പ്രസവിച്ച കുഞ്ഞിനെയുണ്ടല്ലോ, ഞാൻ കൊന്നു കളഞ്ഞു നബിയേ, ഞാൻ കൊന്നു കളഞ്ഞു നബിയേ. നബി തങ്ങൾ കരയുകയാ, സഹാബിമാര് കരയുകയാ, നബി തങ്ങളെ തൗബ ചെയ്യാൻ പറയുകയാ. ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് വീണ്ടും പറയുകയാ, അല്ലാഹു നബിയേ, ഞാനതാ പ്രേമിച്ചല്ലോ, ഞാനതാ വ്യഭിചരിച്ചല്ലോ, ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചല്ലോ, എന്നാ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞല്ലോ. ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞിട്ട് സുർക്കയിലേക്ക് ഞാനിങ്ങനെ കൊണ്ടിടുകയാ. ആ കുഞ്ഞിനെ യഥാ സുർക്കയിലേക്ക് ഇടുമ്പോ ദിവസങ്ങള് സുർക്കയിലേക്ക് പടച്ചവനെ ഞാനിടുമ്പോ ആ സുർക്കയിലതാ എന്റെ പൊന്നുമോന് ലയിക്കുകയാ. എന്നിട്ട് ഞാൻ ആ സുർക്കയുണ്ടല്ലോ എന്റെ പൊന്നുമോനെ കൊന്നുകളഞ്ഞോ, എന്റെ പൊന്നുമോനെ മുക്കി കൊന്നുകളഞ്ഞോ. ആ സുർക്കയുണ്ടല്ലോ ഞാനതാ ജനങ്ങൾക്ക് കൊടുക്കാൻ കൊടുത്തു നബിയേ, ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു
കൊടുത്തു നബിയേ. നബി തങ്ങൾ കരയുകയാ, സഹാബിമാര് കരയുകയാ. നബി തങ്ങൾ ആ പെണ്ണിനോട് ചോദിക്കുകയാ, മോളെ നീ നിന്റെ ജീവിതത്തില് അസ്ർ നിസ്കരിക്കാറില്ലേ? നീ നിന്റെ ജീവിതത്തില് അസ്ർ നിസ്കരിക്കാറില്ലേ? മോളെ നീ അതാ പ്രണയിച്ചവളാ, വ്യഭിചരിച്ചവളാ, ഒരു പൊന്നുമോനെ പ്രസവിച്ചവളാ. എന്നാ ആ പൊന്നുമോനെ കൊന്നു കളഞ്ഞിട്ട് സുർക്കയിലിട്ടിട്ടു. ആ സുർക്കയുടെ വെള്ളമുണ്ടല്ലോ ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തവളാ. മഹാനാകുന്ന നബി തങ്ങളാ പെണ്ണിനോട് ചോദിക്കുകയാ, മോളെ അസ്ർ നിസ്കാരം നീ നിസ്കരിക്കാറില്ലേ? അസ്ർ നിസ്കാരം നീ നിസ്കരിക്കാറില്ലേ? ആ പെണ്ണതാ നബി തങ്ങളോട് പറയുകയാ, ഇല്ലയാ റസൂലല്ലാഹ്, ഞാൻ എന്റെ ജീവിതത്തില് അസ്ർ നിസ്കാരം നിസ്കരിക്കാറില്ലോ, വല്ലാത്ത മടിയാണെന്ന് നബി തങ്ങളോട് പറയുമ്പോ സുബ്ഹാനല്ലാഹ് നബി തങ്ങളാ പെണ്ണിനോട് പറയുകയാ, മോളെ അസ്ർ നിസ്കരിക്കാത്തത് കൊണ്ട് നിന്റെ ഹൃദയത്തിലേക്കുണ്ടല്ലോ അല്ലാഹു പടച്ച തമ്പുരാൻ കഠിനത തന്നു, വിശാലത തന്നില്ല. നിന്റെ ഹൃദയമുണ്ടല്ലോ കറുത്തുപോയെന്നു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം